ഏവർക്കും നമസ്കാരം. ഇന്ന് പറയുന്ന വിഷയം പുല അല്ലെങ്കിൽ വാലായ്മയെക്കുറിച്ച് ഇട്ടുള്ളതാണ്. അതിൽ നിലനിൽക്കുന്ന ജാതീയമായിരിക്കുന്ന സമ്പ്രദായങ്ങൾ. അത് പറയുവാനുള്ള കാരണം നിരന്തരമായിട്ട് ചില ജാതീയ സംഘടനകൾ ജാതി പണ്ട് നിലനിന്നോ ഇല്ലയോ, ഉച്ചനീചത്വം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാണും. ഇല്ലെന്ന് പറയുന്നതിൽ ഉണ്ടായിരുന്നു, ഭയാനകരമായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. കാലമൊക്കെ കഴിഞ്ഞു പോയി, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയി. ഇന്ന് പുരോഗമനപരമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ സയൻസൊക്കെ ഒരുപാട് വളർന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും കേവലം ഒരു മനുസ്മൃതി എന്ന പുസ്തകം വായിച്ചിട്ട്, അല്ലെങ്കിൽ അങ്കിരസ്മൃതി അങ്കിലസ്മൃതിയല്ല, യജ്ഞവൽകൃത സ്മൃതി ഒക്കെ വായിച്ചതിന് ശേഷം ബ്രാഹ്മണ നായരി താഴത്തേക്കുള്ള സമുദായങ്ങളെ അധിക്ഷേപിക്കുന്ന രീതി വർദ്ധിച്ചു വരികയാണ്. കാരണം മനുസ്മൃതിയിലെ ചില വാക്കുകളും വരികളുമാണ് ഇവർ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നത്. കേവലം ഒരു മനുസ്മൃതി വായിച്ചിട്ടല്ല ഹിന്ദു സംസ്കൃതിയും പാരമ്പര്യത്തെ അളക്കുന്നത്. അതിന് താഴത്തേക്ക് അനേകായിരം ബുക്കുകളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്, സ്മൃതികളുണ്ട്. അതൊക്കെ വായിച്ചതിന് ശേഷം മാത്രം വിമർശിക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, ചില കാര്യങ്ങൾ. ഒരാൾ മൃതീഭവിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണനാണെന്നുണ്ടെങ്കിൽ അത് 10 ദിവസം ആചരിച്ചാൽ മതി. ശൂദ്രനല്ല, ക്ഷത്രിയൻ 12 ദിവസം, വൈശ്യനാണെങ്കിൽ 15 ദിവസം. നേരത്തെ പറഞ്ഞ ശൂദ്ര 30 ദിവസം. ബാക്കി താഴത്തേക്ക് 30 ദിവസം കണക്ക് പറയുന്നു. അതിൽ ചെറിയൊരു ഇളവ് ശൂദ്ര നായരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം 15 ദിവസം പോലും ആചരിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക് പോകുന്നത്. അത് ഈ പറഞ്ഞ മനുസ്മൃതിയിലെ വരികൾ വായിച്ചിട്ടാണ്, അത് വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. നിങ്ങളിതിൻ്റെ താഴത്തേക്കിട്ട് വരിക. അങ്കരസ്മൃതി എന്ന പുസ്തകം നിങ്ങൾ നോക്കുക, 10 ദിവസം പുലയെ പറയുന്നുള്ളൂ. അതിന് അടുത്ത് ദേവലസ്മൃതി 10 ദിവസം പുലാചരിച്ചാൽ മതി എന്നാണ് പറയണം. മഹാജ്ഞാനിയായ ഋഷിവര്യനായിരിക്കുന്ന വ്യാക്രപാദ മഹർഷി അദ്ദേഹം തീർത്ത് പറയുന്ന 10 ദിവസം സർവരും പുലയാചരിച്ചാൽ മതി എന്നാണ്. അങ്ങനെ വ്യാക്രപാദ മഹർഷിയുടെ ആ ജ്ഞാനത്തെ അംഗീകരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ 2 സ്മൃതികളെയും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതിയതാണ് നിർണയ സിന്ധു എന്ന സ്മൃതി അല്ലെങ്കിൽ പുസ്തകം. 10 ദിവസമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഗ്രന്ഥങ്ങളെല്ലാം 10 ദിവസം അനുമാനിക്കുന്നു. ശ്രീനാരായണ ഗുരുധർമ്മം എന്ന പുസ്തകത്തിൽ 10 ദിവസമേ പറയുന്നുള്ളൂ. ചട്ടമ്പിസ്വാമികളുടെ നിർദ്ദേശപ്രകാരം ശേഷക്രിയ പദ്ധതി എഴുതിയാണ് നീലകണ്ഠഭാരത സ്വാമികൾ. പിന്നീട് അതിൻ്റെ ചെറിയ തിരുത്ത് വരുത്തി 15 ദിവസം പുല ആചരിച്ച് ഷോഡശ സംസ്കാരം എടുത്തുകൊണ്ട് ചെയ്യുന്നു. 15 ദിവസം പുല ആചരിക്കണം എന്നുള്ള ഒരു രീതി വന്നു. എവിടെയും 10 ദിവസം തന്നെയേ ഉള്ളൂ പുല. പിന്നെ കേവലം ഒരു മനുസ്മൃതിയിലെ ചില വാക്യങ്ങൾ കണ്ടുകൊണ്ട് മറ്റു സമുദായത്തെ, ബ്രാഹ്മണനായാലും വൈശ്യനായാലും ക്ഷത്രിയനായാലും ആരായാലും അവഹേളിക്കാതിരിക്കുക. ഏത് സമയവും ഈ പറയുന്നവർ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആവർത്തിക്കാതിരിക്കുക. ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് ബുക്കുകളുടെ വായിച്ച് അതിൻ്റെ സാരം ഉൾക്കൊണ്ടതിന് ശേഷം വിമർശിക്കുക എന്നുള്ളതാണ്. ഏവർക്കും നല്ലത് വരട്ടെ. കരിനീലിയമ്മയും സർവ്വപടിമാനമക്കളുടെ അനുഗ്രഹാശിസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകുമാറാകട്ടെ. ഓം നമഃ ശിവായ. കാലേശ്വര രുദ്രായ നമഃ.